പണ്ട് പണ്ട് കൃതയുഗത്തിൽ ഹിരണ്യാക്ഷൻ എന്ന ക്രൂരനായ ഒരു അസുരനുണ്ടായിരുന്നു. കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മാവിൽ നിന്ന് അവൻ അജയ്യമായ പല വരങ്ങളും നേടി. ആ വരങ്ങളുടെ കരുത്തിൽ അവൻ ദേവന്മാരെ തോൽപ്പിക്കുകയും ഭൂമിയിൽ അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്തു. ഒടുവിൽ ഭൂമിദേവിയെ ലോകത്തിന് കാണാൻ കഴിയാത്ത വിധം സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഹിരണ്യാക്ഷൻ തട്ടിക്കൊണ്ടുപോയി. ഭൂമി പാതാളത്തിൽ ഒളിക്കപ്പെട്ടതോടെ ലോകം മുഴുവൻ അന്ധകാരത്തിലായി. പരിഭ്രാന്തരായ ദേവന്മാരും ഋഷിമാരും മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ആ സമയത്ത് ബ്രഹ്മാവ് സൃഷ്ടികർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്ന് തള്ളവിരലിൻ്റെ വലിപ്പമുള്ള ഒരു കുഞ്ഞു വരാഹം പുറത്തു വന്നു. നോക്കി നിൽക്കെ ആ വരാഹം ആകാശത്തോളം വലുതായി വളർന്നു. ഒരു വലിയ പർവ്വതം പോലെ വെളുത്ത നിറത്തിൽ തിളങ്ങുന്ന ആ വരാഹരൂപം മറ്റാരുമായിരുന്നില്ല, ഭൂമിയെ രക്ഷിക്കാൻ വന്ന സാക്ഷാൽ മഹാവിഷ്ണു തന്നെയായിരുന്നു. ഭയങ്കരമായ ഗർജനത്തോടെ വരാഹമൂർത്തി സമുദ്രത്തിലേക്ക് എടുത്തുചാടി. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഭൂമിദേവിയെ കാവൽ നിൽക്കുകയായിരുന്നു ഹിരണ്യാക്ഷൻ. വരാഹത്തെ കണ്ട അസുരൻ തൻ്റെ ഗദയുമായി യുദ്ധത്തിനടുത്തു. ആഴക്കടലിൽ വെച്ച് വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടന്നു. ഒടുവിൽ ഭഗവാൻ തൻ്റെ കൊമ്പുകൾ കൊണ്ട് അസുരനെ കുത്തിക്കൊന്നു. യുദ്ധത്തിനു ശേഷം ഭഗവാൻ തൻ്റെ നീളമുള്ള കൊമ്പുകളിൽ ഭൂമിദേവിയെ സമുദ്രത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹം ഭൂമിയെ പഴയതുപോലെ സുരക്ഷിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി ഭഗവാനെ സ്തുതിച്ചു. ഭൂമിദേവിയെ ആപത്തിൽ നിന്ന് സംരക്ഷിച്ചതുകൊണ്ട് ഈ അവതാരത്തെ ഭൂവരാഹം എന്ന് ഭക്തർ ഭക്തിപൂർവം വിളിക്കുന്നു. അഹങ്കാരത്തെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിച്ച ഈ കഥ എന്നും നന്മയുടെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്.